നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലാവ്ലിൻ കേസിന്റെ വിധിപ്പകർപ്പ് വായിച്ചു നോക്കാതെയാണ് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോടതി വിധിയെപ്പറ്റി പ്രതികരിച്ചതെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്തെ കോടതികളെയും ജയിലുകളെയും ആധുനികവൽക്കരിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മറ്റൊരു തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമല നട നാളെ തുറക്കും. തീർത്ഥാടനം കണക്കിലെടുത്ത വടശ്ശേരിക്കരയിൽ താൽക്കാലിക പോലീസ് സ്റ്റേഷൻ തുറന്നു. വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് റാന്നിയിൽ ശിശുദിനം ആഘോഷിച്ചു. ഞാൻ ലാൽ മാത്യു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. SNC ലാവ്ലിൻ കേസിന്റെ വിധിപ്പകർപ്പ് വ്യക്തമായി വായിച്ചു നോക്കാതെയാണ് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. SNC ലാവ്ലിൻ കേസിന്റെ വിധിപ്പകർപ്പ് വ്യക്തമായി വായിച്ചു നോക്കാതെയാണ് കോടതി വിധിയെപ്പറ്റി കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിൽ അല്ലെങ്കിൽ SNC ലാവ്ലിൻ കേസ് എന്ന ആ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കോടതി പറഞ്ഞതിനോട് വിയോജിപ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടെങ്കിൽ ആ കോടതിയുടെ ഉത്തരവിന്റെ ഓരോ ഭാഗമെടുത്ത് വ്യക്തമാക്കണം. എന്താണ് വിയോജിപ്പ് എന്ന്, എവിടെയാണ് വിയോജിപ്പ് എന്ന്, അപ്പോഴാണല്ലോ അതിനെക്കുറിച്ചൊരു ചർച്ചയാകുക. താൻ നിരപരാധിയാണെന്ന് വ്യക്തമായതുകൊണ്ടാണ് കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയത്. ലാവ്ലിൻ കേസിലൂടെ തന്നെ ബലിയാടാക്കി CPM എന്ന പാർട്ടിയെ ഇല്ലാതാക്കാനാണ് കോൺഗ്രസുകാർ ശ്രമിച്ചതെന്നും പിണറായി ആരോപിച്ചു. സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന സരിതയ്ക്ക് പണം നൽകി കേസുകൾ ഒതുക്കി തീർക്കുവാൻ സഹായിച്ച അദൃശ്യ ശക്തികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സരിതയോട് കോടതി ചോദിച്ചു പോലും തന്നെ ചിലർ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ കോടതിയുടെ ചോദ്യം, നിങ്ങളെ ബലാത്സംഗം ചെയ്തോ ആരെങ്കിലും? കോടതി എന്താ അങ്ങനെ ചോദിച്ചതെന്നറിയില്ല. അവരൊരു പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവർ പറഞ്ഞു ചെയ്തു. അപ്പൊ കോടതി പെണ്ണ് ഭദ്രമായിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ് പോലും. അത് തുറക്കാൻ തയ്യാറല്ല, ഇത് എഴുതാൻ തയ്യാറല്ല. ഇവിടെ വെച്ച് അധികം എഴുതി തന്നെയെന്ന് പറയാനും തയ്യാറല്ല. ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണമായി പത്രങ്ങളിൽ വന്ന കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അതായത് സരിത കോടതിയുടെ മുന്നിൽ പറഞ്ഞ കാര്യം അത് പിന്നീട് എഴുതി തയ്യാറാക്കുമ്പോൾ 22 പേജ് ഉണ്ടായിരുന്നത് 4 ചുരുങ്ങി അതിനകത്ത് നേരത്തെ സരിത ഒട്ടേറെ പ്രമുഖരുടെ ഉന്നതരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പേരൊന്നും നാക്കിൻ തുമ്പിൽ വരാത്തത് കൊണ്ടല്ല കേട്ടോ, നമ്മുടെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പല ഉന്നതരുടെയും പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതെല്ലാം മാറി വന്നത്? ഞങ്ങളിവിടെ നാട് മുഴുവൻ വിശദീകരിച്ച കാര്യങ്ങളാണല്ലോ, നാട്ടിനാകെ ബോധ്യമുള്ള കാര്യമാണല്ലോ. സരിതയുടെ അടുത്തേക്ക് സരിതയുടെ അമ്മയും മറ്റൊരു അദൃശ്യ ശക്തിയും ചെല്ലുന്നു. ആള് കാങ്കപ്രതി തന്നെയാണ്,
പക്ഷേ അദ്ദേഹത്തിന്റെ ശക്തി അദൃശ്യമാണ്. ആരാണതെന്ന് ഇപ്പോഴും ഒരു പിടിയില്ല, ജയിലിൽ പോയാൽ. പക്ഷെ അതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു ചോദ്യം, നേരത്തെയുള്ള ചോദ്യം, സരിത പ്രതിയായ ചില തട്ടിപ്പ് കേസുകൾ പണം കൊടുത്ത് തീർക്കുന്നു. എവിടുന്ന് കിട്ടി പണം? കാരണം സരിത ജയിലിൽ കിടക്കുകയാണ്, പണം തട്ടിച്ചതാണ്. ആ പണം എവിടുന്ന് കിട്ടിയെന്ന് പറയാനുള്ള ബാധ്യത സരിതയുടെ കേസ് നടത്തുന്ന പ്രോസിക്യൂഷനുണ്ട്. പോലീസ് ആ കാര്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. CPM ഏരിയ സെക്രട്ടറി MK പുരുഷോത്തമൻ പിള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പ്രൊഫസർ TKG നായർ, രാജു അബ്രഹാം MLA, അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ, PJ അജയകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലാവ്ലിൻ കേസ് വിധി പുറത്തു വന്ന ശേഷം പത്തനംതിട്ടയിലെത്തിയ പിണറായി വിജയന് ഊഷ്മള സ്വീകരണമാണ് CPM പ്രവർത്തകർ നൽകിയത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് R ഉണ്ണികൃഷ്ണൻ. CPIM പത്തനംതിട്ട ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി സഖാവ് അനന്തഗോപൻ പുഷ്പകിരീടം അർപ്പിക്കുകയാണ്. സഖാവ് R ഉണ്ണികൃഷ്ണപിള്ള. പത്തനംതിട്ട ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് VK പുരുഷോത്തമൻ പിള്ള. സംഘാടക സമിതിക്ക് വേണ്ടി പ്രൊഫസർ TKG നായർ. CA2 ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സൗ PJ അജയകുമാർ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സംസ്ഥാനത്തെ കോടതികളെയും ജയിലുകളെയും ആധുനികവൽക്കരിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ ജില്ലാ ജയിലും ചപ്പാത്തി നിർമ്മാണ യൂണിറ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീഡിയോ കോൺഫറൻസിലൂടെ വിചാരണയും മറ്റും നടത്തുന്ന തരത്തിൽ സംസ്ഥാനത്തെ കോടതികളെയും ജയിലുകളെയും ആധുനികവൽക്കരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ജയിലുകളിൽ പ്രതികൾക്ക് മാനസിക പരിവർത്തനം ഉണ്ടാക്കാനുള്ള അന്തരീക്ഷം ഒരുക്കാനാണ് ആഭ്യന്തരമന്ത്രി ശ്രമിക്കുന്നതെന്നും അതിന്റെ ഭാഗമായാണ് ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് എന്നും മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് K ശിവദാസൻ നായർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ, നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ, ജയിൽ സൂപ്രണ്ട് വിശ്വനാഥകുറുപ്പ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് റാന്നിയിൽ ശിശുദിനം ആഘോഷിച്ചു. ശിശുദിന റാലിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് റാന്നിയിൽ ശിശുദിനം ആഘോഷിച്ചു. റാന്നിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ ശിശുദിന ഘോഷയാത്രയിലെത്തി. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ശിശുക്ഷേമ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ഏറോൺ അലക്സ് ചാച്ച നെഹ്റുവായും, റാന്നി പഴവങ്ങാടി UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി CH ശ്രീപാർവതി കുട്ടികളുടെ പ്രധാനമന്ത്രിയായും, മക്കപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി PP പ്രവീണ കുട്ടികളുടെ സ്പീക്കറായും ശിശുദിന റാലിയുടെ പൈലറ്റ് വാഹനത്തിൽ മുൻനിര പങ്കിട്ട് നീങ്ങി. പഴവങ്ങാടി UP സ്കൂൾ ഗ്രൗണ്ടിൽ ചേർന്ന ചടങ്ങിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ ശിശുദിന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മുടെ കുട്ടികളെ പങ്കാളികളാക്കുന്നതിനുള്ള വിവിധ പദ്ധതികളിൽ ഒരെണ്ണമാണ് നമ്മുടെ ദേശീയ ദിനാഘോഷങ്ങൾ ആചരിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ശിശുദിനം എന്ന് പറയുന്നത്. ശിശുദിനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സന്തോഷവും ഒപ്പം ചോരാതെ തന്നെ
നമ്മുടെ ഇളം തലമുറയിൽ എത്തിച്ച് കുട്ടികളെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ് പതാക ഉയർത്തി. പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി രാജീവ്, ജെസി അലക്സ്, പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് ജേക്കബ് ജോൺസൺ, റാന്നി അയ്യോ ഹരീന്ദ്രനാഥ ബാനർജി, എച്ച് എം ഫോറം കൺവീനർ പി ടി മാത്യു, പഴവങ്ങാടി യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആർ ശ്രീലത തുടങ്ങിയവർ ശിശുദിന സന്ദേശം നൽകി. തുടർന്ന് റാലി റാന്നി CMS LP സ്കൂളിലേക്ക് നീങ്ങി. സൂസൻ അലക്സ്, ജെസി അലക്സ്, അനിത അനിൽകുമാർ, ജോൺ എബ്രഹാം എന്നിവർ നേതൃത്വം നൽകുന്ന റാലിയാണ് ഈ പിന്നാലെ കടന്നു വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബെന്നി പുത്തൻപറമ്പിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത ശിശുദിന റാലിയാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. NCC, റെഡ് ക്രോസ്, റോളർ സ്കേറ്റിംഗ്, ജൂനിയർ റെഡ് ക്രോസ് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. NCC, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റോളർ സ്കേറ്റിംഗ് എന്നീ സംഘടനകളുടെ NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, റോളർ സ്കേറ്റിംഗ് എന്നീ വിദ്യാർത്ഥികൾ ശിശുദിന റാലിയുടെ ഭാഗമായി. 1 മണിക്കൂർ കൊണ്ടാണ് ശിശുദിന റാലി CMS സ്കൂളിലെത്തിയത്. അധ്യാപകരും രക്ഷിതാക്കളും റാലിയുടെ ഭാഗമായി. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ശിശുദിന റാലിയാണ് CMS LP സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ജൂനിയർ റെഡ് ക്രോസ്, റോളർ സ്കേറ്റിംഗ് എന്നീ സംഘടനകളുടെ അകമ്പടിയോടെയുള്ള റാലിയാണ് CMS LP സ്കൂളിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. റാന്നി MSTTCയിലെ വിദ്യാർത്ഥികളും ശിശുദിന റാലിയിൽ അണിചേർന്നു. റാലിക്ക് ശേഷം റാന്നി CMS LP സ്കൂളിൽ ചേർന്ന പൊതുസമ്മേളനം കുട്ടികളുടെ പ്രധാനമന്ത്രി CH ശ്രീപാർവതി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. രാജ്യം വിദ്യാഭ്യാസ പുരോഗതി വേണ്ടത്ര നേടിയെടുത്തുവെങ്കിലും സാംസ്കാരിക മൂല്യച്യുതി ആവർത്തിച്ചുണ്ടാകുന്നതായി കുട്ടികളുടെ പ്രധാനമന്ത്രി ആരോപിച്ചു. ബാലവേല അടക്കമുള്ളവ അവസാനിപ്പിക്കുവാൻ നമുക്കിനിയുമായിട്ടില്ല. കുട്ടികളെ വീടിന് മതിൽക്കെട്ടിനുള്ളിൽ തളച്ചിടുന്ന രക്ഷിതാക്കളുടെ പ്രവണതയും ശിശുദിനാഘോഷ വേദിയിൽ വിമർശന വിധേയമായി. വിദ്യാലയത്തിന്റെ സിറ്റൗട്ട് വരെ എത്തിക്കുന്ന മാതാപിതാക്കൾ അടച്ചിട്ട മുറിയിൽ അമ്പ്രിയന്മാരെ
കഴിയില്ല. കുട്ടികളുടെ സ്പീക്കർ പി പ്രവീണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുട്ടികളെ അതിരറ്റു സ്നേഹിച്ചിരുന്ന ചാച്ചാജിയുടെ ജന്മദിനം നാം ശിശുദിനമായിട്ട് ആഘോഷിക്കുകയാണല്ലോ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. സാമൂഹിക, സാംസ്കാരിക, കാർഷിക, വ്യവസായ, വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം പുരോഗമിച്ചിട്ടുണ്ട്. ചാച്ചാ നെഹ്റു എയറോൺ അലക്സ് മുഖ്യ സന്ദേശം നൽകി. ദൈവത്തിൽ മനുഷ്യരുടെ വിശ്വാസം അസ്തമിച്ചിട്ടില്ലെന്നത് തെളിവായിട്ടാണ് ഓരോ ശിശുവിനെയും ദൈവം ലോകത്തിലേക്ക് അയക്കുന്നത്. ഓരോ സന്ദേശവുമായാണ് ഓരോ ശിശുവും ലോകത്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ശിശുക്കളുടെ ഇതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ശിശുദിനം ഈ കാലഘട്ടത്തിൽ ആഘോഷിക്കേണ്ടത് ശിശുദിന പരിപാടി കുട്ടികളുടെ ക്ഷേമ വികസനത്തിനു വേണ്ടി, കുട്ടികളുടെ ആരോഗ്യത്തിനും, മാതാപിതാക്കൾക്കും കുട്ടികളുടെ ബോധവൽക്കരണ ക്ലാസുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ശിശുദിനം. റാന്നി ഈട്ടിച്ചൂട് എബനേസർ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഫെബിൻ മാത്യു കുട്ടികളുടെ പ്രതിനിധിയായി എത്തി. തുടർന്ന് റാന്നി SC ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ്സ് പ്രതിനിധി സ്വാതി സുരേഷ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സഹോദരി സഹോദരന്മാരായ കുട്ടികളെയും ഏത് തരത്തിലും പീഡിപ്പിക്കുന്ന പ്രവൃത്തികൾ അത് എവിടെ വെച്ച് നടന്നാലും ഞാൻ പൊറുക്കുകയില്ല. അത്തരത്തിലുള്ള ഏതൊരു സംഭവവും ഞങ്ങളുടെ സംരക്ഷകരുടെയും അധികാരികളുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ഞാൻ എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. ന്യൂസ് ബ്യൂറോ റാന്നി. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞികടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735 223938 8547651210 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735 225197 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക.
പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ ഇട്ടിയപ്പാറ റാന്നി. റാന്നി സിറ്റി സെന്റർ ഇട്ടിയപ്പാറ റാന്നി. ഫോൺ 9188271724 8086554688. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങി വരാം. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വടശ്ശേരിക്കരയിൽ താൽക്കാലിക പോലീസ് സ്റ്റേഷൻ തുറന്നു. ജില്ലാ പോലീസ് മേധാവി VP വിമലാദിത്യ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ശബരിമല തീർത്ഥാടനം കണക്കിലെടുത്ത് വടശ്ശേരിക്കരയിൽ താൽക്കാലിക പോലീസ് സ്റ്റേഷൻ തുറന്നു. രാവിലെ ചേർന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി P വിമലാദിത്യ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഈ ഒരു താൽക്കാലിക പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ഇവിടെ ഒരു നല്ല ഒരു പെർമനൻറ്റ് സ്ട്രക്ചറായിട്ട് ഇവിടെ നമുക്ക് തന്നത് തന്നെയാണ് ഒത്തിരി മോട്ടിവേറ്റിംഗ് ഫാക്ടർ. ഒരു ദിവസം നമ്മൾ നേരത്തെ ഈ പ്രാവശ്യം തുടങ്ങാനുള്ള ഉദ്ദേശിച്ചത് ആക്ച്വലി മറ്റ് എല്ലാ ആൾക്കാർ വന്ന മുമ്പ് തന്നെ കുറേ നാളെ നട തുറക്കുന്നുണ്ട്. ഇന്ന തൊട്ട് ആൾക്കാരെല്ലാവരും അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ട് അവർ സ്വാമിമാർക്ക് വരുന്ന സ്വാമിമാർക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർക്ക്. വടശ്ശേരിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. വടശ്ശേരിക്കരയുടെ ഇടത്താവളമായ ഈ താൽക്കാലിക പോലീസ് സ്റ്റേഷൻ ഇത്രയൊക്കെ ഭംഗിയാക്കുവാൻ കഴിഞ്ഞു. ഞങ്ങൾ നാളെ അതിൻ്റെ ഉദ്ഘാടനം എന്ന് കണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ സാറ് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞ് ഇന്ന് തന്നെ ഇത് നടത്തണമെന്ന്. ബാക്കി പണികളൊക്കെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പണികൾ നടത്തുന്നതാണ്. പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പഞ്ചായത്ത് നൽകുന്നതായിരിക്കും. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ശബരിമല തീർത്ഥാടന കാലത്ത് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് പോലും പോലീസ് സേനയുടെ വലിയ ഒരു സേവനം ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞാണ് വടശ്ശേരിക്കര കേന്ദ്രമാക്കി താൽക്കാലിക പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾക്ക് വടശ്ശേരിക്കരയിലുള്ള ഈ താൽക്കാലിക പോലീസ് സ്റ്റേഷൻ ക്രമീകരിക്കുന്നതിലൊക്കെ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് നല്ല സഹകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം S ഹരിദാസ്, വടശ്ശേരിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രവീൺ പ്രഭാകർ, പഞ്ചായത്ത് അംഗം സ്വപ്ന സൂസൻ, DYSP തമ്പി S ദുർഗദത്ത്, വടശ്ശേരിക്കര സർക്കിൾ ഇൻസ്പെക്ടർ VR രവികുമാർ, റാന്നി സർക്കിൾ ഇൻസ്പെക്ടർ ഉമേഷ് കുമാർ, രവി കൊന്നക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഈ ബിൽഡിംഗ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കി തന്നിരിക്കുകയാണ്. അതിനാദ്യമായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ മുഴുവൻ സാരഥികളെ നമ്മൾ പോലീസിന് വേണ്ടിയിട്ട് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ റാന്നി. മണ്ഡലകാല ഉത്സവത്തിനായി ശബരിമല നട വെള്ളിയാഴ്ച തുറക്കും. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും. ഇനി ശബരിമലയിൽ വ്രതവിശുദ്ധിയുടെ നാളുകൾ. ഒരു ശബരിമല തീർത്ഥാടന കാലത്തിന് കൂടി വെള്ളിയാഴ്ച തുടക്കമാവും. വൈകിട്ട് 5-ന് മേൽശാന്തി N ദാമോദരൻ പോറ്റി ശബരിമല നട തുറന്ന് ഭസ്മാഭിഷിക്തനായ ഭഗവാനെ ധ്യാനനിദ്രയിൽ നിന്നും ഉണർത്തി ഭക്തജന സാന്നിധ്യം അറിയിക്കും. തുടർന്ന് ശ്രീകോവിലിലെ നെയ്വിളക്കിലേക്കും അഗ്നി പകരും. അതോടെ 41 നാൾ നീളുന്ന മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കമാവും. വൈകിട്ട് 7 മണിയോടെ പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠരര് മഹേശ്വരന്റെ നേതൃത്വത്തിൽ കലശപൂജ നടത്തി ശ്രീകോവിലിന് മുന്നിന്മേൽ ശാന്തിമാരുടെ ശിരസിൽ കലശാഭിഷേകം നടത്തും. തുടർന്ന് മേൽശാന്തിമാരെ ശ്രീകോവിലിനുള്ളിൽ കൊണ്ടുപോയി അയ്യപ്പന്റെ മൂലമന്ത്രം ഓതിക്കൊടുക്കും. പിന്നീട് മാളികപ്പുറത്തെയുമാണ് മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. ശനിയാഴ്ച രാവിലെ സന്നിധാനത്ത് പുതിയ മേൽശാന്തി PN നാരായണൻ നമ്പൂതിരിയും മാളികപ്പുറത്ത് PN മനോജ്
എമ്പ്രാന്തിരിയുമായിരിക്കും നട തുറക്കുക. മണ്ഡലകാല തീർത്ഥാടനത്തിനുള്ള നടപടികൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സന്നിധാനത്തേക്ക് SP-ക്ക് പുറമെ 18 DYSP-മാരെയും 32 CI-മാരെയും 40 SI-മാരെയും 900 പോലീസുകാരെയും, പമ്പയിൽ SP-ക്ക് പുറമെ 14 DYSP-മാരെയും 30 CI-മാരെയും 40 SI-മാരെയും 780 പോലീസുകാരെയും നിയോഗിച്ചു. സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി ദേവസ്വം ബോർഡ് 1000 ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വിതരണത്തിനായി ആവശ്യത്തിന് അപ്പവും അരവണയും സ്റ്റോക്ക് ചെയ്തതായും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. പാരമ്പര്യം മാത്രമാണ് പ്രമേഹ രോഗത്തിന് കാരണമെന്ന് കരുതുന്നത് പഴങ്കഥയായി മാറിയിരിക്കുന്നു. അതിലും ഉപരിയായി അതൊരു ജീവിതശൈലി രോഗമാണെന്നും നമ്മൾ തിരിച്ചറിയുക. രോഗത്തിന്റെ തീഷ്ണതയെ തിരിച്ചറിഞ്ഞ് രോഗത്തെ ചെറുക്കാൻ ആഹ്വാനവുമായി ഒരു ദിനാഘോഷം. ഇന്ന് ലോക പ്രമേഹ ദിനം. രാവിലെ മുതൽ ജീവിത വ്യാപാരത്തിനായുള്ള പരക്കം പാച്ചിൽ. അതിനിടയിൽ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ വിട്ടുപോകുന്നു. ഇതൊരു വിഭാഗത്തിന്റെ കഥ. മറ്റൊരു കൂട്ടർ സമ്പന്നതയുടെ തണലിൽ സമ്പന്ന വിഭവങ്ങൾ മാത്രം കഴിച്ച് ഉല്ലസിക്കുമ്പോൾ തിരിച്ചറിയുക, നിങ്ങളെ പ്രമേഹ രോഗം പിന്തുടരുന്നു. അത് പിന്നെ നിങ്ങളിലൂടെ തലമുറകളിലേക്ക് പടരുകയാണ്. പ്രമേഹത്തെ പ്രതിരോധിക്കാൻ വഴിതെളിച്ച ശാസ്ത്രജ്ഞരെ അനുസ്മരിക്കാനാണ് ലോക പ്രമേഹ ദിനാചരണമെന്ന് റാന്നി മാർത്തോമ മെഡിക്കൽ മിഷൻ ഫിസിഷ്യനായ ഡോക്ടർ നിഷ ജോസഫ് പറഞ്ഞു. ഈ ഡയബറ്റിസ് എന്ന അസുഖം മൂലം വളരെയധികം ദുരിതം അനുഭവിക്കുന്നവരാണ്. 240 മില്യൺ ജനങ്ങളാണ് ലോകമെമ്പാടും ഈ ഡയബറ്റിസ് എന്ന അസുഖം മൂലം കഷ്ടത അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെയധികം ജനങ്ങൾ ഡയബറ്റിസ് എന്ന അസുഖം മൂലം കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ തന്നെ അനേകം പേർ ഡയബറ്റിസ് മൂലം കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. പല കാര്യങ്ങളും ഡയബറ്റീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പലർക്കും ഈ ജനറ്റിക് ചില പാരമ്പര്യമായിട്ട് അസുഖം കിട്ടുന്നവരുണ്ട്. അത് നമുക്ക് വളരെ അധികം വ്യത്യാസം ഡയബറ്റീസ് അങ്ങനെയുള്ള പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് കിട്ടുന്നവർക്ക് നമുക്ക് അധികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുക, അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അധികമായിട്ട് കഴിയുന്നില്ലെങ്കിൽ കൂടി നമുക്ക് വളരെയധികം മോഡിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ദിനചര്യകൾ വ്യത്യാസപ്പെടുത്തുമ്പോൾ ഡയബറ്റീസ് നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാകുന്നതിൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ ആഹാരക്രമവുമായി ബന്ധപ്പെട്ട രോഗമാണ് പ്രമേഹമെന്ന് ഡോക്ടർ അജിത് രവീന്ദ്രനും മലനാട് ന്യൂസിനോട് പറഞ്ഞു. The injury and also because the blood sugar is high, there are microorganisms, bacteria which can gain entry through that wound, and then it can cause infection. And person's immunity also will be less because of the blood sugar. And then because the sensation of pain is less, so that the person will realize only after a few days, after infection has already progressed so much. തുടർച്ചയായ പരിശോധനകൾ, മിതമായ ആഹാരക്രമം, വ്യായാമം എല്ലാമായാൽ മനുഷ്യരെ ദുരിതങ്ങളിൽ നിന്നും ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന രോഗത്തെ ചെറുക്കാൻ കഴിയുമെന്നും നിങ്ങൾ തിരിച്ചറിയുക. പ്രമേഹ രോഗം മൂലം വളരെയധികം രോഗികളാണ് കഷ്ടപ്പെടുന്നതെന്ന് ഡോക്ടർ നിഷ ജോസഫ് പറഞ്ഞു. അമിതമായ ദാഹം, അധികമായ വിശപ്പ്, ശരീരഭാരം കുറയുക, കണ്ണിന്റെ കാഴ്ച കുറയുക എന്നതാണ് പ്രമേഹ രോഗലക്ഷണങ്ങളെന്നും ഡോക്ടർ നിഷ പറഞ്ഞു. പ്രമേഹ രോഗികൾ തുടർച്ചയായി ചെക്കപ്പിന് വിധേയരാകണമെന്നും ഡോക്ടർ നിഷ അഭിപ്രായപ്പെട്ടു. സെഡന്ററി ലൈഫ് സ്റ്റൈൽ മാത്രമല്ല, ഇപ്പോഴുള്ള ജനങ്ങൾ അധികം പേരും ഈ ആൽക്കഹോൾ, മദ്യം ഉപയോഗിക്കുന്നവരാണ്. അനേകം പേർ സ്മോക്കിംഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. കാര്യം വെയിറ്റ് കൂടും. നമ്മൾ സെഡന്ററി ലൈഫ് സ്റ്റൈൽ അധികം എക്സസൈസ് ഇല്ലാത്ത ജോലി ചെയ്യുന്നവർക്ക് വെയിറ്റ് അധികമായിട്ട് കൂടും. അപ്പോൾ അങ്ങനെയുള്ളവർ മദ്യപാനവും പിന്നെ പുകവലിയും എക്സസൈസ് ഇല്ലാത്ത ഒരവസ്ഥ, അതുമാത്രമല്ല അവർ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്, കൊഴുപ്പ് കൂടിയ ഭക്ഷണം അവർ അധികമായിട്ട് കഴിക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്കും. ന്യൂസ് ബ്യൂറോ, റാന്നി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്ക. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്ക. ഫോൺ 04735251024. മൊബൈൽ 9961553202 9495068656.
കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735 226 773 224 347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രാഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9460579953. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 96052 96660. വാർത്തകൾ തുടരുന്നു. റാന്നി ബ്ലോക്ക് തല കേരളോത്സവത്തിന് തുടക്കമായി. കായിക മത്സരങ്ങൾ റാന്നി ഇടക്കുളത്ത് തുടങ്ങി. റാന്നി ബ്ലോക്ക് തല കേരളോത്സവത്തിന് തുടക്കമായി. കായിക മത്സരങ്ങൾ ഇടക്കുളത്ത് തുടങ്ങി. ഇടക്കുളം ഗുരുകുലം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ചേർന്ന ചടങ്ങിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമറമ്പിൽ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. വലിയ ആവേശം പകരുന്ന ഒരു ഉത്സവമാണ് കേരളോത്സവം. പല കാരണങ്ങളാൽ പ്രതിഭകളായിരുന്നിട്ടും പ്രാഗൽഭ്യവും മികവും ഉണ്ടായിരുന്നിട്ടും യഥാസമയം അത്തരം കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരം ലഭിക്കാതെ പോയോ, പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ പഠിക്കുമ്പോഴും പഠിക്കുവാൻ അവസരം അല്ലാതെ വന്നിട്ടുള്ളവർക്കും പിന്നീട് ജീവിതത്തിൽ അവരിൽ അടങ്ങിയിരിക്കുന്ന കായിക വാസനകൾ അത് പ്രകടിപ്പിക്കുന്നതിനും സമൂഹത്തിൽ അവർക്ക് ആ മേഖലയിലൂടെ പ്രവർത്തിക്കുന്നതിനുമൊക്കെയുള്ള ഒരു വലിയ അവസരമാണ് കേരളോത്സവം വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ് അധ്യക്ഷത വഹിച്ചു. ഇത് വൻ വിജയമാകട്ടെ, ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് അംഗം S ഹരിദാസ് മുഖ്യ പ്രഭാഷണം നടത്തി. കേരളോത്സവം ഇപ്രാവശ്യം റാന്നിയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ മാസം 2, 3, 4 തീയതികളിൽ വിപുലമായ തയ്യാറെടുപ്പോടുകൂടി നമ്മുടെ കേരളോത്സവം നടക്കുമ്പോൾ ആ കേരളോത്സവത്തിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നിലനിർത്താൻ, 1ാം സ്ഥാനം തന്നെ നിലനിർത്താൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിയണം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനി വലിയകാല വോളിബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവം ഇന്ന് നമ്മുടെ ബ്ലോക്ക് തലത്തിൽ നടത്തപ്പെടുമ്പോൾ മറ്റു പല മേഖലകളിലും അവസരം തെളിയിക്കുവാനും അവസരം വിനിയോഗിക്കാനും കഴിയാതിരുന്ന
ഒട്ടനവധി കായിക പ്രതിഭകളെ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം. വടശ്ശേരിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ പുഷ്പാങ്കദൻ മുഖ്യ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി അലക്സ്, BDO KS ബാബു തുടങ്ങിയവർ കേരളോത്സവത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി. തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പുതിയ 3 മെഡിക്കൽ വിഭാഗങ്ങൾ ശനിയാഴ്ച മുതൽ പ്രവർത്തന സജ്ജമാകും. ആധുനിക സംവിധാനത്തിലുള്ള ക്യാൻസർ സെന്ററും ശനിയാഴ്ച പ്രവർത്തന സജ്ജമാകും. തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ പുതിയ സെന്ററുകൾ ശനിയാഴ്ച മുതൽ പ്രവർത്തന സജ്ജമാകും. ആരോഗ്യമന്ത്രി VS ശിവകുമാർ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും. ന്യൂറോ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം ആന്റോ ആന്റണി MP ചടങ്ങിൽ നിർവഹിക്കും. ഓങ്കോളജി വിഭാഗത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മാത്യു ടി തോമസ് MLA നിർവഹിക്കും. ട്യൂമർ ശസ്ത്രക്രിയയ്ക്കും കീമോതെറാപ്പിക്കും ആധുനിക സംവിധാനത്തോടെ ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനം വിപുലീകരിച്ചതായി മെഡിക്കൽ മിഷൻ അസോസിയേഷൻ സെക്രട്ടറി ബെന്നി ഫിലിപ്പ്, കോളേജ് ബോർഡ് സെക്രട്ടറി ജോർജ് കോശി, കിൻഡർ മെഡിക്കൽ ഗ്രൂപ്പ് AGM ഷൈൻ മോഹൻ, അഡ്മിനിസ്ട്രേറ്റർ ജിബോയി വർഗീസ് എന്നിവർ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, IVF അതായത് വന്ധ്യതാ ചികിത്സാ വിഭാഗം, അതോടൊപ്പം തന്നെ ന്യൂറോ കെയർ സെന്റർ. ഇത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 IVF സെന്റർ ആരോഗ്യവകുപ്പ് മന്ത്രി ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും. ന്യൂറോ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം ആന്റോ ആന്റണി MP നിർവഹിക്കും. അതോടൊപ്പം തന്നെ ഓങ്കോളജി വകുപ്പിന്റെ ഉദ്ഘാടനം മാത്യു ടി തോമസ് MLA നിർവഹിക്കും. ഈ 3 ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ 80 വർഷമായിട്ട് തിരുവല്ല മെഡിക്കൽ മിഷൻ നിങ്ങൾക്കറിയാം, പൊതുവെ സാധാരണക്കാരുടെ ആശുപത്രി എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. സാമ്പത്തിക പിന്നാക്കാവസ്ഥയുള്ള കുടുംബങ്ങളിലെ രോഗികൾക്ക് പ്രതിവർഷം 1 കോടിയിൽ പരം രൂപയുടെ സൗജന്യ സേവനം ഉറപ്പാക്കുമെന്നും ആശുപത്രി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തിരുവിതാംകൂർ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി പെരുമ്പുഴയിൽ ആരംഭിക്കുന്ന ശബരിമല തീർത്ഥാടന കേന്ദ്രം നവംബർ 15-ന് ഉദ്ഘാടനം ചെയ്യും. നിയുക്ത ശബരിമല മേൽശാന്തി PN നമ്പൂതിരി തീർത്ഥാടന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലാവ്ലിൻ കേസിന്റെ വിധിപ്പകർപ്പ് വായിച്ചു നോക്കാതെയാണ് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോടതി വിധിയെപ്പറ്റി പ്രതികരിച്ചതെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്തെ കോടതികളെയും ജയിലുകളെയും ആധുനികവൽക്കരിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മറ്റൊരു തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമല നട നാളെ തുറക്കും. തീർത്ഥാടനം കണക്കിലെടുത്ത വടശ്ശേരിക്കരയിൽ താൽക്കാലിക പോലീസ് സ്റ്റേഷൻ തുറന്നു.